ഞങ്ങളുടെ കരുനാഗപ്പള്ളിക്കാരായ സുഹൃത്തുക്കളുടെ അനുജന്മാരുടെയൊക്കെ കൂട്ടായ്മയായ നന്മയുടെ നന്മോത്സവത്തിന് വേണ്ടിയാണ് റിയാദിലെത്തിയത്. ആദ്യമായിട്ടാണ് റിയാദിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഹൃദ്യമായ സ്വീകരണം. എന്നോടൊപ്പം അസ്നയും അഷ്ഫി എന്ന് പറയുന്ന രണ്ട് പുതിയ കാലത്തിന്റെ മക്കൾ. ഒരാൾ നമ്മുടെ ശിവഗിരിയിൽ ദൈവദശകം കീർത്തനം ആലപിച്ച ആ കുട്ടി, മറ്റൊരാൾ സ്റ്റാർ സിംഗറിലും അതുപോലെ തന്നെ മറ്റ് പരിപാടികളിലുമൊക്കെ ശ്രദ്ധേയരായ മകളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സന്തോഷകരമായ സ്വീകരണം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഈ റിയാദിലെ ഒരു ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ലായിരുന്നു. ദുബൈയിലും ഷാർജയിലും പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലുള്ള ട്രാഫിക് ബ്ലോക്കുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ റിയാദും ഇപ്പോൾ എന്താ പറയുന്നത്, എസ്പെഷ്യലി പീക്ക് ടൈമിലൊക്കെ ഭയങ്കരമായ ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായി മെട്രോ ഒക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ തിരിച്ചെത്തിയ ശേഷം ഈ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ചില സംഗതികൾ, ചില പൊതുവായ സാധനങ്ങളുണ്ട്. അത്തരത്തിലൊരു സാധനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചായ. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റു, 5:30 പള്ളിയിലൊക്കെ പോയി, അത്യാവശ്യമൊക്കെ നടന്നു, എല്ലാം ഒന്ന് സെറ്റപ്പ് ആയതിനു ശേഷം അഹിനാസ് എന്ന് പറയുന്ന അനുജൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ചായ കുടിക്കാൻ പോയി. ചായയുടെ ഒരു സുഖം വേറൊന്നുമായിരുന്നില്ല. മലപ്പുറത്തുകാരായ, മലബാറുകാരായ കണ്ണൂരുകാരും മലപ്പുറംകാരും പരപ്പനങ്ങാടി എല്ലാവരുടെയും പേര് ഞാൻ മറന്നു. അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത്. ഒപ്പം ഒരു ക്ലാപ്പനയിൽ നിന്ന് വിവാഹം കഴിച്ച ഒരാളും ഒക്കെ അടങ്ങുന്ന നല്ല സുഹൃത്തുക്കളോടൊപ്പം കുറച്ചു നേരം നല്ല ചായ. മറ്റു വിവരങ്ങൾ പിന്നീട് പറയാം. നന്മോത്സവം നന്മയുടേത്, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് ഷോള മാളിലാണ്. തീർച്ചയായും കുറെ പേരൊക്കെ കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദമാം, ജിദ്ദ ഒന്നും യാത്രയ്ക്ക് പറ്റിയ സമയവും സൗകര്യവും കിട്ടുന്നില്ല. അതൊക്കെ ഇൻഷാല്ലാ മറ്റൊരവസരത്തിലാകാം. ഏതായാലും ചായകുടി പ്രഭാതം ഹൃദ്യമായി. പിന്നെ ചായകുടി പ്രഭാതത്തിൽ വന്നവർ നമ്മുടെ മെക്സവൺ എന്ന് പറയുന്ന പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഒക്കെ ചെറിയ ഈ ശാരീരിക കായികക്ഷമതയ്ക്കൊക്കെയുള്ള പരിശീലനങ്ങളിൽ ഒരുമിച്ച് ചിലവഴിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളായിരുന്നു. അവരോടൊപ്പം ഒരു ദിവസം രാവിലെ ക്ഷണിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇൻഷാല്ലാ പോകണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ നാടിനൊക്കെ അത് വളരെ ആവശ്യമുള്ള സംഗതിയുമാണ്. ഒരുപാട് പ്രവാസികളായ മനുഷ്യർ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് പലപ്പോഴും ഉറങ്ങി ഉണരാത്ത എന്നേക്കുമായ ഉറക്കത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണുന്ന ലോകത്ത് ഇത്തരം ചില സംഗതികളൊക്കെ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ.